ഹായ് എല്ലാവർക്കും ട്രിക് ചെയിൻ്റെ മറ്റൊരു യൂട്യൂബ് കറണ്ട് അഫയർസ് സെക്ഷനിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ 72ാമത് നാഷണൽ ഫിലിം അവാർഡ്സ് എല്ലാം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മലയാളത്തിൽ നിന്നും മമ്മൂക്ക മികച്ച നടനായിട്ടും മലയാളത്തിൽ നിന്നും മികച്ച ഗായികയായിട്ട് നമ്മളെ വൈക്കം വിജയലക്ഷ്മി എല്ലാം തിരഞ്ഞെടുക്കപ്പെട്ടു. ഇനി വരുന്ന എക്സാമിന് തീർച്ചയായിട്ടും 72ാമത് നാഷണൽ ഫിലിം അവാർഡിൽ നിന്നും നമ്മളോട് ചോദ്യങ്ങളുണ്ടാവാം. നമുക്ക് എന്ത് ചെയ്യാം, മെല്ലെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം എന്നുള്ളതാണ് കീ. അറിഞ്ഞിരിക്കുക, 2024 ജാനുവരി മാസം 1 മുതൽ ഡിസംബർ മാസം 31 വരെ സെൻസർ ചെയ്ത സിനിമകളെയാണ് 2024 ജാനുവരി മാസം 1 മുതൽ ഡിസംബർ 31 വരെ സെൻസർ ചെയ്ത സിനിമകളെയാണ് അവാർഡിനായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ജൂറി ചെയർമാൻ ആയിരിക്കുന്ന ജയരാജ് പറഞ്ഞിരിക്കുന്നത്. അല്ലേ, ഈ ജൂറി ചെയർമാനെ ഒന്ന് നോക്കി വെച്ചോളാം. കാരണം മലയാളിയാണ് ജയരാജ്, ജൂറി ചെയർമാൻ ജയരാജാണ്. നോക്കി വെച്ചോളുക. അപ്പോൾ 2024 സെൻസർ ചെയ്ത ചിത്രങ്ങളെയാണ് ഇപ്രാവശ്യം നമ്മൾ 2026 പ്രഖ്യാപിച്ചത്. 2024 സെൻസർ ചെയ്ത സിനിമകളെയാണ്. ആരാണ് ജൂറി അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ ജയരാജാണ്. ജൂറി അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ജയരാജാണ് ജൂറി അധ്യക്ഷനായിട്ട് വന്നിരിക്കുന്ന വ്യക്തി. ആരെന്ന് ചോദിച്ചാൽ നമ്മളെ മലയാള സിനിമ സംവിധായകനായിരിക്കുന്ന ജയരാജാണ് ജൂറി അധ്യക്ഷൻ. ഇനി അറിഞ്ഞിരിക്കണം, മികച്ച നടൻ ഇപ്രാവശ്യവും 2 പേർക്കാണ് മികച്ച നടനുള്ള പുരസ്കാരം. ഇപ്രാവശ്യം 2 പേർക്കാണ്. അതിലൊന്ന് മമ്മൂട്ടി, മറ്റൊന്ന് കാർത്തിക് ആര്യൻ. അല്ലേ, മമ്മൂട്ടിയും കാർത്തിക് ആര്യനും. മമ്മൂട്ടി ഏതാണ് ചിത്രമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഭ്രമയുഗമാണ്. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഭ്രമയുഗം എന്ന് പറയുന്ന ചിത്രത്തിന് മമ്മൂട്ടി മികച്ച നടനായിട്ട് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടു. കാർത്തിക് ആര്യൻ ഏതാണ് ചിത്രമെന്ന് ചോദിക്കുകയാണെങ്കിൽ ചന്തു ചാമ്പ്യനാണ്. സംവിധാനം ചെയ്തിരിക്കുന്ന വ്യക്തി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കബീർ ഖാൻ. കേട്ടോ, സംവിധാനം. ഇതിൽ നിന്ന് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, അമിതാഭ് ബച്ചനോടൊപ്പം അല്ലെങ്കിൽ 4 തവണ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ മലയാളി എന്നുള്ള ബഹുമതിയും ആര് കൊണ്ടുപോയി? മമ്മൂട്ടി കൊണ്ടുപോയി. 4 തവണ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച വ്യക്തി ഇനി മമ്മൂട്ടിയും കൂടിയാണ്. അമിതാഭ് ബച്ചന് 4 തവണ ലഭിച്ചിട്ടുണ്ട്, മമ്മൂട്ടിക്കും 4 തവണ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് അതെന്ത് ചെയ്യാം, ജസ്റ്റ് എന്ന് നമുക്ക് നോക്കാം. അല്ലേ, 1989 മമ്മൂട്ടിക്ക് 2 ചിത്രങ്ങൾക്ക്, മതിലുകൾ, ഒരു വടക്കൻ വീരഗാഥ എന്നീ ചിത്രങ്ങൾക്ക് 89. 93 അദ്ദേഹത്തിന് 2 ചിത്രങ്ങൾ, പൊന്തന്മാട, വിധേയൻ എന്ന് പറയുന്ന ചിത്രങ്ങൾക്ക് 93 ലഭിച്ചു. 98 ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ എന്ന് പറയുന്ന ചിത്രത്തിനും അദ്ദേഹത്തിന് ലഭിച്ചു. അല്ലേ, ദാ നോക്കൂ, 2024 ഭ്രമയുഗം. അല്ലേ, അങ്ങനെ നോക്കുകയാണെങ്കിൽ 6 ചിത്രങ്ങൾ. എത്ര തവണ കിട്ടിയ അദ്ദേഹത്തിന്? 4 തവണ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം. അപ്പം 4 തവണ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച വ്യക്തികളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ 2 പേരുണ്ട്. അതിലൊന്ന് നമ്മുടെ അമിതാഭ് ബച്ചൻ, മറ്റൊന്ന് മമ്മൂക്ക. 4 തവണ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം. ലാലേട്ടന് 2 തവണയാണ് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം. അപ്പം നടനൊന്ന് നോക്കി വെച്ചോളുക, 2 പേർക്കാണ്. അല്ലെ, ഇപ്രാവശ്യം നമ്മുടെ മമ്മൂട്ടി മികച്ച നടനായിട്ട് മാറിയിരിക്കുന്നു. മികച്ച നടി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ യാമി ഗൗതമാണ്. യാമി ഗൗതം. ഓക്കെ, ഏത് ചിത്രത്തിന്റെ അഭിനയത്തിനാണ് യാമി ഗൗതത്തിന് മികച്ച നടിക്കുള്ള പുരസ്കാരം ചോദിക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 370. അല്ലെ, ഇപ്രാവശ്യം മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രവും ആർട്ടിക്കിൾ 370 തന്നെയാണ്. അല്ലെ, ആദിത്യ സുഹാസ് സംവിധാനം ചെയ്ത ആർട്ടിക്കിൾ 370 എന്ന് പറയുന്ന ചിത്രത്തിന്റെ അഭിനയത്തിന് യാമി ഗൗതം മികച്ച നടിയായിട്ട് മാറിയിരിക്കുന്നു. ഇനി മികച്ച സഹനടൻ. അല്ലേ, മികച്ച സഹനടൻ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ സഞ്ജയ് മിശ്ര. ഏതാണ് ചിത്രമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഭക്ഷക് എന്ന് പറയുന്ന ചിത്രത്തിന്റെ അഭിനയത്തിനാണ് സഞ്ജയ് മിശ്ര. അല്ലേ, എന്താ പറയുന്ന ഒരു ബീഹാറിലെ ഒരു ഷെൽട്ടറിൽ നടന്ന, മുസാഫർപൂർ എന്ന് പറയുന്ന ഷെൽട്ടറിൽ നടന്ന, അല്ലെ, കുട്ടികൾക്കെതിരെയുള്ള ഒരു അതിക്രമം പശ്ചാത്തലമായിട്ട് വരുന്ന ഒരു ചിത്രം കൂടിയാണ് അല്ലെ ഭക്ഷക എന്ന് പറയുന്ന ഒരു ചിത്രം. അല്ലെ, പുൽകിത് സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രം കൂടിയാണ്. പക്ഷേ ചിത്രം കണ്ടിരിക്കേണ്ട ചിത്രമാണ്, വളരെ അമേസിംഗ് ചിത്രമാണ്. അതിലെ അഭിനയത്തിന് സഞ്ജയ് മിശ്ര മികച്ച സഹനടനായി. സഞ്ജയ് മിശ്ര മികച്ച സഹനടി ഇവിടെ 2 പേർക്ക് ലഭിച്ചിരിക്കുന്നു. അതിലൊന്ന് രൂപശ്രീ വർക്കഡി. ഏതാണ് ചിത്രമെന്ന് ചോദിക്കുകയാണെങ്കിൽ മിഥ്യ എന്ന് പറയുന്ന ചിത്രത്തിനും, അല്ലെ, സജന നമിത സലെ മഹാരാജ എന്ന് പറയുന്ന ചിത്രത്തിനും ലഭിച്ചിരിക്കുന്നു. അല്ലെ, രൂപശ്രീയും സജനയും മികച്ച സഹനടിമാരായി. മികച്ച സഹനടൻ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് സഞ്ജയ് മിശ്രയാണ്.
ഇനി നമ്മൾ നോക്കേണ്ടത് മികച്ച സംവിധായകൻ അല്ലേ. മികച്ച സംവിധായകൻ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ രാജ്കുമാർ പെരിയസ്വാമിയാണ്. രാജ്കുമാർ പെരിയസ്വാമി. ഏതാണ് ചിത്രമെന്ന് ചോദിക്കുകയാണെങ്കിൽ അമരൻ എന്നാണ് ചിത്രത്തിന്റെ പേര്. അമരനാണ് അല്ലേ. മേജർ മുകുന്ദ് വരദരാജന്റെ ജീവിതത്തെ ആസ്പദമാക്കി. മേജർ മുകുന്ദ് വരദരാജൻ അല്ലേ. മേജർ മുകുന്ദ് വരദരാജന്റെ ജീവിതത്തെ ആസ്പദമാക്കി രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്ത അമരൻ എന്ന് പറയുന്ന ചിത്രത്തിന്റെ അദ്ദേഹത്തിന്റെ സംവിധാനത്തിന് മികച്ച സംവിധായകൻ ആരായി? രാജ്കുമാർ പെരിയസ്വാമി. മികച്ച സംവിധായകൻ രാജ്കുമാർ പെരിയസ്വാമി. ചിത്രങ്ങൾ സംവിധാനം ചെയ്യാൻ അല്ലേ പെരിയ ഐഡിയ വേണം. രാജ്കുമാർ പെരിയസ്വാമി. ഏതാണ് ചിത്രമെന്ന് ചോദിക്കുകയാണെങ്കിൽ അമരനാണ്. നോക്കി വെച്ചോളുക, അത് ചോദിക്കാം. ഇനി മികച്ച നവാഗത സംവിധായകൻ അല്ലേ. മികച്ച നവാഗത സംവിധായകൻ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ രൺദീപ് ഹൂഡയാണ്. ഏതാണ് ചിത്രമെന്ന് ചോദിക്കുകയാണെങ്കിൽ സ്വതന്ത്ര വീർ സവർക്കർ എന്ന് പറയുന്ന ചിത്രത്തിന്റെ അഭിനയത്തിന് രൺദീപ് ഹൂഡ മികച്ച നവാഗത സംവിധായകനായിരിക്കുന്നു. രൺദീപ് ഹൂഡയാണ്. അദ്ദേഹം തന്നെയാണ് എന്ത് ചെയ്യുന്നത്, സംവിധാനം ചെയ്തിരിക്കുന്നു. അദ്ദേഹം ഇതിൽ വീർ സവാക്കർ എന്ന് പറയുന്ന ഒരു വേഷം കൂടി അദ്ദേഹം കൈകാര്യം ചെയ്തിരിക്കുന്നു. രൺദീപ് ഹൂഡ മികച്ച നവാഗത സംവിധായകൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് രൺദീപ് ഹൂഡയാണ്. ഇനി നമ്മൾ നോക്കേണ്ടത് മികച്ച ചിത്രം അല്ലേ. നമ്മൾ അല്പം മുമ്പ് പരാമർശിച്ചതേ ഉള്ളൂ. ആർട്ടിക്കിൾ 370 ആദിത്യ സുഹ സംവിധാനം ചെയ്ത ആർട്ടിക്കിൾ 370 എന്ന് പറയുന്ന ചിത്രം മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുത്തത് ആർട്ടിക്കിൾ 370 ആണ് അല്ലെ. ഏതാണ് മികച്ച ചിത്രം എന്ന് ചോദിച്ചാൽ ഏതാണ്? ആർട്ടിക്കിൾ 370 ആണ് മികച്ച ചിത്രം. നോക്കി വെച്ചോളുക, ചോദിക്കാം. ആർട്ടിക്കിൾ 370 മികച്ച ചിത്രമായിട്ട്, അതായത് 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രം ഏതെന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 370 ആണ്. 2024 പുറത്തിറങ്ങി സെൻസർ ചെയ്ത ചിത്രം കൂടിയാണ് ആർട്ടിക്കിൾ 370. അതിനാണ് 2026 പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്, മാറിപ്പോരുത്. അതാണ് 2026 പ്രഖ്യാപിച്ചിരിക്കുന്നു ആർട്ടിക്കിൾ 370 മികച്ച ചിത്രം. ഇനി നമ്മൾ നോക്കേണ്ടത് പ്രത്യേക പരാമർശം നേടിയിരിക്കുന്ന അല്ലെ നടൻ ആരെന്നാണ്. പ്രത്യേക പരാമർശം നേടിയിരിക്കുന്ന നടൻ അത് ധനുഷ് ആണ് അല്ലെ. ഏത് ചിത്രത്തിന്റെ അഭിനയത്തിന് എന്ന് ചോദിക്കുകയാണെങ്കിൽ ക്യാപ്റ്റൻ മില്ലർ എന്ന് പറയുന്ന ചിത്രത്തിന്റെ അഭിനയത്തിന് ധനുഷ് പ്രത്യേക നടനുള്ള പരാമർശം നടൻ പ്രത്യേക പരാമർശമുള്ള നടൻ നേടിയിരിക്കുന്നത് ധനുഷാണ്. ചിത്രം ക്യാപ്റ്റൻ മില്ലർ. ഇനി നമ്മൾ നോക്കുന്നത് മികച്ച മലയാള ചിത്രം അല്ലേ. മികച്ച മലയാള ചിത്രം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഫെമിനിച്ചി ഫാത്തിമയാണ്. മികച്ച മലയാള ചിത്രം ഏതെന്ന് ചോദിച്ചാൽ അത് ഫെമിനിച്ചി ഫാത്തിമയാണ്. ഫെമിനിച്ചി ഫാത്തിമ. സംവിധാനം ഫാസിൽ മുഹമ്മദ് ആണ് അല്ലേ. ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമ മികച്ച മലയാള ചിത്രമായിട്ട് വന്നിരിക്കുന്നു. നമുക്കറിയാം 55ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച മലയാള ചിത്രവും ഏത് തന്നെയായിരുന്നു? ഫെമിനിച്ചി ഫാത്തിമയായിരുന്നു. ആരാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്? ഫാസിൽ മുഹമ്മദ് ആണ്. ഇനി മികച്ച ജനപ്രിയ ചിത്രം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ നാഗ് അശ്വിൻ സംവിധാനം ചെയ്ത കൽക്കി 2829 AD 2898 അല്ലെ. നാഗ് അശ്വിൻ സംവിധാനം ചെയ്തിരിക്കുന്ന കൽക്കി 2898 AD 2898 എന്ന് പറയുന്ന സിനിമ മികച്ച ജനപ്രിയ ചിത്രമായിട്ട് മാറി. ഇനി നമ്മൾ നോക്കേണ്ടത് മികച്ച ഛായാഗ്രഹണം അല്ലേ. മലയാളിയായിരിക്കുന്ന ഭ്രമയുഗത്തിലെ ഛായാഗ്രഹണം ചെയ്തിരിക്കുന്ന ഷഹനാദ് ജലാൽ. ചോദിക്കാം, കാരണം എന്താ? നടൻ ഭ്രമയുഗത്തിൽ കൂടെ മമ്മൂട്ടിക്ക് ലഭിച്ചിരിക്കുന്നു അല്ലേ. അതേ ഭ്രമയുഗത്തിലൂടെ മികച്ച ഛായാഗ്രഹണം ആരെന്ന് ചോദിച്ചാൽ ഷഹനാദ് ജലാലാണ്. ഏതാണ് ചിത്രമെന്ന് ചോദിക്കുകയാണെങ്കിൽ രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്തിരിക്കുന്ന ഭ്രമയുഗം എന്ന് പറയുന്ന ചിത്രത്തിനാണ് ഷഹനാദ് ജലാലിന് ലഭിച്ചിരിക്കുന്നു. ഇതാ നോക്കിയോ പിള്ളേരെ, അടുത്ത മികച്ച ഗായിക വീണ്ടും മലയാളി അല്ലെ. നഞ്ചി അമ്മയ്ക്ക് ശേഷം വീണ്ടും ഒരു മലയാളി മികച്ച ഗായികയായിട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. മികച്ച ഗായിക വക്കം വിജയലക്ഷ്മി. ഏതാണ് ചിത്രമെന്ന് ചോദിക്കുകയാണെങ്കിൽ ARM അല്ലേ. ARM എന്ന് പറയുന്ന ചിത്രത്തിലെ അങ്ങ് വാണക്കോനിൽ എന്ന് പറയുന്ന ഒരു പാട്ടാണ് മികച്ച ഗായികയ്ക്ക്. ചോദിക്കും, യാതൊരു സംശയം വേണ്ട. 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ഗായിക ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ വക്കം വിജയലക്ഷ്മിയാണ്. മികച്ച ഗായിക വക്കം വിജയലക്ഷ്മി. ഏതാണ് ചിത്രമെന്ന് ചോദിക്കുകയാണെങ്കിൽ അല്ലെ ARM എന്ന് പറയുന്ന ചിത്രമാണ്. ARM എന്ന് പറയുന്ന ചിത്രത്തിന്റെ ഗാനത്തിന്റെ ആലാപനത്തിന് മികച്ച ഗായികയായിട്ട് ആരെ തിരഞ്ഞെടുക്കുന്നു? വക്കം വിജയലക്ഷ്മിയെ തിരഞ്ഞെടുക്കുന്നു. എന്നാൽ മികച്ച ഗായകൻ അഭയ് ജോധ്പുർക്കർ ആണ്. മികച്ച ഗായകൻ അഭയ് ജോധ്പുർക്കർ. ഏതാണ് ചിത്രമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഹരത് ഗണപതി എന്ന് പറയുന്ന ചിത്രത്തിലെ ആലാപനത്തിന്
അഭയ് ജോധ്പുക്കർ. എനിക്ക് തോന്നുന്നു നമ്മളോട് ചോദിക്കണമെങ്കിൽ തീർച്ചയായിട്ടും മികച്ച ഗായികയായിരിക്കും ചോദിക്കുക. മികച്ച ഗായിക ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ വൈക്കം വിജയലക്ഷ്മിയാണ്. യെസ്, ഏതാണ് ചിത്രം എന്ന് ചോദിച്ചാൽ അത് ARM എന്ന് പറയുന്ന ചിത്രത്തിനാണ്. മികച്ച ഗായകൻ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അഭയ് ജോധ്പുക്കറാണ് മികച്ച ഗായകൻ, അല്ലെ. ഹരത് ഗണപതി എന്ന് പറയുന്ന ചിത്രത്തിലെ, അല്ലെ, നവചാസി ഗൗരി മാസി എന്ന് പറയുന്ന ഗാനം ആലപിച്ചതിനാണ് അദ്ദേഹത്തിന് മികച്ച ഗായകനായിരിക്കുന്നു. ദാ പോകുന്നു പിള്ളേരെ പ്രൊഡക്ഷൻ ഡിസൈനർ, അല്ലേ. പ്രൊഡക്ഷൻ ഡിസൈനർ ആര് എന്നുള്ളതാണ്, അല്ലെ. തെലുങ്ക് സിനിമയായിരിക്കുന്ന കൽക്കിയുടെ നിതിൻ സിഹാനി ചൗധരി പ്രൊഡക്ഷൻ ഡിസൈനർ. നിതിൻ സിഹാനി ചൗധരിയാണ് പ്രൊഡക്ഷൻ ഡിസൈനർ. കഴിഞ്ഞില്ല, നോക്കൂ, കോസ്റ്റ്യൂം ഡിസൈനർ, അല്ലെ. കോസ്റ്റ്യൂം ഡിസൈനർ, അല്ലെ. പുഷ്പ എന്ന് പറയുന്ന സിനിമയുടെ കോസ്റ്റ്യൂംസിന് ദീപാലി നൂറും ശീതൽ ശർമ്മയും കോസ്റ്റ്യൂം ഡിസൈനറായിട്ട് വന്നിരിക്കുന്നു. ഇനിതാ നോക്കിക്കോ, മികച്ച എഡിറ്റിംഗ് ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അമരൻ എന്ന് പറയുന്ന ചിത്രം എഡിറ്റ് ചെയ്തിരിക്കുന്ന കലൈവാനൻ ആണ് മികച്ച എഡിറ്റർ. കലൈവാനൻ മികച്ച എഡിറ്ററായി. ഏതാണ് ചിത്രം എന്ന് ചോദിക്കുകയാണെങ്കിൽ അമരനാണ്. ആ ചിത്രം നമ്മൾ പറഞ്ഞതാണ്. മേജർ മുകുന്ദ വരദരാജന്റെ ജീവിതത്തെ ആസ്പദമാക്കി സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രം കൂടിയാണ് അമരൻ എന്ന് പറയുന്ന, അല്ലെ, അമരൻ എന്ന് പറയുന്ന ചിത്രം. അത് എഡിറ്റ് ചെയ്ത കലൈവാനൻ മികച്ച എഡിറ്ററായി. ഇനിതാ നോക്കിയോ, തിരക്കഥാ സംഭാഷണം. തിരക്കഥാ സംഭാഷണം വെങ്കി അറ്റ്ലൂരി, അല്ലെ. വെങ്കി അറ്റ്ലൂരിയാണ് തിരക്കഥാ സംഭാഷണം. ഏതാണ്? ലക്കി ഭാസ്കർ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെതാണ് വെങ്കി അറ്റ്ലൂരി. മികച്ച തിരക്കഥാ സംഭാഷണമായിട്ട് വെങ്കി അറ്റ്ലൂരി വന്നിരിക്കുന്നു. മികച്ച തിരക്കഥാ സംഭാഷണം. ഇനി ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പ്രത്യേക പരാമർശം നേടിയിരിക്കുന്ന മലയാളം, അല്ലെ, മലയാളത്തിൽ നിന്നും പ്രത്യേക പരാമർശം നേടിയിരിക്കുന്നത് ഏതാണ്? ഭദ്രകാളി നാടകം എന്ന് പറയുന്നതിന് പ്രത്യേക പരാമർശം നേടിയിരിക്കുന്നു. 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മലയാളത്തിൽ നിന്നും പ്രത്യേക പരാമർശം നേടിയിരിക്കുന്നു. ജൂറി പരാമർശം നേടിയിരിക്കുന്നത് ഭദ്രകാളി നാടകം എന്ന് പറയുന്ന, അല്ലെ, ഒരു ഡോക്യുമെന്ററിയാണ്. അതിന് പ്രത്യേക പരാമർശം നേടിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളോട് ചോദിക്കുന്നത് നടൻ ചോദിക്കും, യെസ്, പിന്നെ ഛായാഗ്രഹണം ചോദിക്കും, ഗായിക ചോദിക്കും, മികച്ച മലയാള ചിത്രം. എല്ലാം എന്ത് ചെയ്യാം, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. അതുവരേക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.